ഞങ്ങളുടെ ഒരു ഇത് വെച്ച് ഇതുപോലത്തെ പയ്യന്മാരെ കിട്ടാൻ വലിയ പാടാണ് സാർ. മോളുടെ കല്യാണം വലിയ ആഡംബരമായിട്ട് നടത്താൻ പറ്റിയില്ലെങ്കിലും നല്ലൊരു പയ്യനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ് സാർ. സാറിൻ്റെ ജോലി തിരക്കിനിടയിൽ വലിയ ബുദ്ധിമുട്ടാണെന്നറിയാം. എന്നാലും ദയവ് ചെയ്ത് സാറ് ഞങ്ങളെ സഹായിക്കണം. ഇതിൻ്റെ നന്ദി ഞങ്ങൾ മരിച്ചാലും മറക്കില്ല. അല്ല, ശ്രീലക്ഷ്മിയുടെ അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ കരുതുന്ന പോലെ നന്ദൻ... ഞങ്ങൾ കരുതുന്ന പോലെ നന്ദന് ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ സാർ? എന്താ സാർ ഒന്നും പറയാത്തത്? സാറിനും ആശ്ചര്യമായിരിക്കുമല്ലേ? ഏതായാലും ഇവിടെ ഓഫീസിൽ മോളെ നന്ദിനെ പറ്റി നല്ല മതിപ്പാണെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ഇതൊക്കെ ഞാനെങ്ങനെ അറിഞ്ഞെന്നായിരിക്കും സാർ ചിന്തിക്കുന്നത്. ഒരച്ഛനായ ഞാനിതൊക്കെ മനസ്സിലാക്കണ്ടേ സാർ? അതുപോലെ എനിക്കറിയാം സാറിന് മോളുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധയാണെന്ന്. രാജാറാം, ക്യാബിനിലേക്കൊന്ന് വരൂ. ഇപ്പൊ തന്നെ. ഇറ്റ്സ് അർജന്റ്. എന്തു പറ്റി സാർ? സാറെന്തോ ടെൻഷനായി തോന്നുന്നു. സാർ, എന്താ സാർ? രാജാറാമിന് ശ്രീലക്ഷ്മിയുടെ അച്ഛൻ അറിയില്ലേ? അദ്ദേഹത്തിനോട് നന്ദനെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കണം. ശ്രീലക്ഷ്മിയുടെ അച്ഛൻ്റെ മനസ്സ് വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ മകൾക്ക് വേണ്ടി കണ്ടുപിടിച്ച നന്ദൻ നല്ലവനല്ല. ഹീസ് എ ഫ്രോഡ്. മകളെ കല്യാണം കഴിപ്പിച്ചയക്കാൻ റെക്കമെൻഡേഷനായിട്ട് വന്നതാ നന്ദനുമായിട്ട്. ചെക്കൻ്റെ സ്വഭാവം എന്താണെന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. സാർ, എന്തു പറ്റി സാർ? ഞാനിങ്ങനെ സംസാരിച്ചത് രവിവർമ്മ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടാണോ ഇങ്ങനെയൊക്കെ? ഹേ, അതൊന്നുമല്ല. ചേട്ടനിരിക്കെ, ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. വരൂ, ഇരിക്കെ. നോക്കൂ, രവിവർമ്മൻ സാറിനെ പോലെ വളരെ വ്യക്തമായ കാര്യങ്ങൾ അവതരിപ്പിക്കാനൊന്നും എനിക്കറിയില്ല. എന്നാലും പറയുക, നന്ദനെ ശ്രീലക്ഷ്മി മാഡത്തിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചേ പറ്റൂന്ന് തീർച്ചയാണോ നിങ്ങൾക്ക്? അതിപ്പോ വിഷമിക്കണ്ട. സാറ് സൂചിപ്പിച്ചപ്പോ തന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഏതായാലും ഇക്കാര്യത്തിൽ ഞാൻ നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നും കാണുന്നില്ല. പക്ഷേ ആ പയ്യനാണത്ര ശരിയല്ല എന്നതാണ് സത്യം. ശരിയല്ലെന്ന് പറഞ്ഞാ സാറെന്താ ഉദ്ദേശിക്കുന്നത്? ടെൻഷനൊന്നും വേണ്ട. ഇരിക്കെ. നന്ദനിപ്പോ ഈ ഓഫീസിലും ഈ നാട്ടിലും ഇല്ല. അവനൊരു അപകടത്തിൽ ചെന്ന് പെട്ടിരുന്നു. വർഷങ്ങളോളം ജയിലിൽ കിടക്കാതെ തൽക്കാലം അവനെ സാറ് രക്ഷപ്പെടുത്തി വിട്ടിരിക്കുക. ഏതായാലും അവൻ നല്ലവനാണോ അതോ മോശക്കാരനാണോ എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ അവന് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളുമായി ബന്ധമുണ്ട്. അവന്റെ അങ്കിൾ ഉൾപ്പെടെ. നിങ്ങൾ അറിയാൻ മാത്രം ഈ ഓഫീസിലൊരു അനുഭവം ഞാൻ പറയാം. 20 വർഷം ജയിലിൽ കിടന്ന ഒരുത്തന്റെ ഓർഡർ പ്രകാരമാണ് നിങ്ങളുടെ ഈ കല്യാണച്ചക്കൻ ഈ ഓഫീസിൽ വന്നത്.
ഇവിടുത്തെ രഹസ്യങ്ങൾ ചോർത്തി രവിവർമ്മൻ സാറിനെ ചതിക്കാൻ. രവിവർമ്മൻ സാറിനെ ചതിച്ചാൽ ഈ ഓഫീസ് തന്നെ തകരും. നിങ്ങളുടെ മകൾ ഉൾപ്പെടെ കുറേ അധികം പേരുടെ ജോലി പോയി ജീവിതം തകരും. അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് നിങ്ങളുടെ മരുമകനായി വേണോ? നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. രവിവർമ്മൻ സാർ ആളൊരു ജെന്റിൽമാൻ ആയതുകൊണ്ടും അവൻ ഇനി ഒരു ജീവിതം ഉള്ളതുകൊണ്ടും സാർ അവനോട് ക്ഷമിച്ച് അവനെ ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി വിദേശത്തേക്ക് അയച്ചു കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ വരാൻ തോന്നിയതും അന്വേഷിക്കാൻ തോന്നിയതും ഒരു തരത്തിൽ നിങ്ങളെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്ന് ഞാൻ പറയും. സ്വന്തം മകളെ വെളുക്കെ ചിരിച്ച് ചതിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തന്റെ മുന്നിലേക്ക് താലിച്ചരട് കൊലച്ചരടാക്കാൻ കൊണ്ടു നിർത്തണോ? തീരുമാനം നിങ്ങൾ എടുത്താൽ മതി. എനിക്ക് മറ്റൊന്നും പറയാനില്ല. അല്ല, ശ്രീലക്ഷ്മിയുടെ ഒപ്പം പോയില്ലേ ദൂരെ? എവിടേക്ക്? ആഹാ, അത് കൊള്ളാം. ശ്രീലക്ഷ്മിയുടെ അച്ഛൻ രവിവർമ്മ സാറിനെ കാണാൻ വന്നിട്ടുണ്ട്. ഞാനാ പറഞ്ഞത് ക്യാബിനിൽ കയറിയിരിക്കാൻ. അതെന്തിനാ ശ്രീലക്ഷ്മിയുടെ അച്ഛൻ ഓഫീസിൽ വരുന്നത്? എന്താ വിശേഷ ശ്രീലക്ഷ്മി? വിശേഷമൊന്നുമില്ല സർ. സ്കൂളിലൊക്കെ പാരന്റ്സ് ഇടയ്ക്കിടയ്ക്ക് വന്ന് മക്കളുടെ പ്രോഗ്രസ് ഒക്കെ തിരക്കാറില്ലേ? അത് തന്നെയാണ് കാര്യം. ഏയ്, അതൊന്നുമല്ല. ശ്രീലക്ഷ്മിയുടെ കല്യാണം ഫിക്സ് ചെയ്തെന്നാ തോന്നുന്നേ. ആണോ ശ്രീലക്ഷ്മി? അപ്പൊ ഞങ്ങളെ ഒന്നും ക്ഷണിക്കുന്നില്ലേ? ഏയ്, ഇതൊന്നും അല്ല. സാറും ശ്രീലക്ഷ്മിയുടെ ഫാമിലിയും നല്ല പരിചയക്കാരാ. വല്ല ഫാമിലി മാറ്റേഴ്സും സംസാരിക്കാൻ വന്നതായിരിക്കും. സർ, ഞാനൊരു 5 മിനിറ്റ് കൊണ്ട് വരാം. പൊയ്ക്കോട്ടെ പ്ലീസ്. 5 അല്ല 10 മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. കല്യാണമാണെങ്കിൽ നമുക്കൊരു ഊണ് കിട്ടുന്ന കാര്യമല്ലേ? ഷുഗർ വന്നതീ പിന്നെ വീട്ടുകാരറിയാതെ ഒരു ഗ്ലാസ് പായസം കുടിക്കുന്നത് വല്ല കല്യാണത്തിന് പോകുമ്പോഴാ. Excuse me, sir. May I come in? Yes, come in. സർ, അച്ഛൻ സാറിനെ കാണാൻ വന്നെന്ന് നജീബിക്ക പറഞ്ഞു. സത്യം പറഞ്ഞ എനിക്കിത് അതിശയായിരിക്കുന്നു സർ.
രാവിലെ വരുമ്പോ പോലും അച്ഛൻ ഓഫീസിൽ വരുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞിരുന്നില്ല. ഇറ്റ്സ് റിയലി എ പ്ലസന്റ് സർപ്രൈസ്. അല്ല സർ, എന്തിനായിരുന്നു അച്ഛൻ വന്നത് സാറിനെ കാണാൻ? ശ്രീലക്ഷ്മി, ഒരു സ്വിറ്റ്സർലൻഡ് കമ്പനിയുടെ ബൾക്ക് ഓർഡർ വന്നിട്ടുണ്ട്. ആയുർവേദിക് മെഡിസിൻസിലാണ് അവർക്ക് കൂടുതൽ താല്പര്യം. താൻ സാൻഡ്രയെ കണ്ട് അതിന്റെ പ്രൊസീജിയേഴ്സ് തുടങ്ങി വെക്കണം. ഡയറക്ടേഴ്സിന്റെ ഒരു മീറ്റിംഗ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് ആ ഡീൽ പക്കയാക്കാൻ നോക്കാം. നൗ യു ക്യാൻ ഗോ. പൊക്കോളൂ. ആവശ്യമുണ്ടെങ്കിൽ ഫോണിൽ വിളിച്ചാൽ മതി. വി ആർ ലിറ്റിൽ ബിസി നൗ. സോറി സർ, എക്സ്ക്യൂസ് മീ. ഞാൻ അച്ഛൻ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചപ്പോ സാർ വേറെ കാര്യങ്ങളാ പറയുന്നത്. അച്ഛൻ എന്താ സംസാരിക്കാൻ വന്നത്? എന്തായിരുന്നു വിഷയം? രാജനന്ദിനി തന്നെ. ഐ മീൻ, രാജനന്ദിനി സാരിയെക്കുറിച്ച് സംസാരിക്കാനാ മാഡത്തിൻ്റെ അച്ഛൻ നേരിട്ട് വന്നത്. സാരികൾക്ക് നല്ല സെയിൽസ് ഉണ്ടെന്നും ഇപ്പോഴത്തെ സ്റ്റോക്ക് കഴിയുമ്പോൾ പാക്കറ്റുകളിൽ ഒരു ഗിഫ്റ്റ് വൗച്ചർ കൂടി വച്ചാൽ സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടാൻ ആളുകൾ ഇടിച്ചു കയറി സെയിൽസ് കൂടുമെന്നും പറഞ്ഞു. അത്ര തന്നെ. ആണോ സർ? സത്യമാണോ രാജാറാം സാറ് പറയുന്നത്? സാറൊന്നും മിണ്ടിയില്ലല്ലോ. ശ്രീലക്ഷ്മി, ലീവ്. സർ, ജസ്റ്റ് ലീവ് ഐ സേ. രവി, എൻ്റെ ദേവി, കാണുന്നുണ്ടോ നീ ഇതൊക്കെ? ഒരിക്കൽ കൂടി ഞാൻ ജീവിതത്തിൽ തോറ്റുപോയിരിക്കുക. എൻ്റെ മകൾക്ക് ഏറ്റവും യോഗ്യനായ പയ്യനാണ് നന്ദനെന്ന് ഞാൻ കരുതി. പക്ഷേ അവനൊരു ചതിയനാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ നെഞ്ച് പൊട്ടിപ്പോയിരിക്കുക. എന്തിനാ ഞങ്ങളോട് ഈ പരീക്ഷണം? അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഒരു തെറ്റ് ഞങ്ങൾ ചെയ്തിട്ടില്ല. എന്നിട്ടും തൊഴുതിട്ടും പ്രാർത്ഥിച്ചിട്ടും മനസ്സടങ്ങുന്നില്ല ദേവി. ഇനി വീട്ടിലെത്തിയാൽ സരോജത്തോട് ഈ കാര്യം എങ്ങനെ പറയും ഞാൻ?
നന്ദന്റെ കാര്യത്തിൽ അവൾക്ക് വലിയ ഉത്സാഹമായിരുന്നു. അവളോട് നടക്കില്ലെന്ന് വാ തുറന്ന് പറയാൻ പറ്റില്ല എനിക്ക്. കാരണം ആദ്യം അവൾ കൊണ്ടുവന്ന ദീപുവിന്റെ കല്യാണം മുടങ്ങിയപ്പോൾ ഏറ്റവും സന്തോഷിച്ചവനാണ് ഞാൻ. ഇപ്പൊ ഇത് ഞാൻ കണ്ടുപിടിച്ച ചെക്കനാണ്. ഇത് മുടങ്ങിയെന്ന് പറയുമ്പോ വയ്യ ദേവി, എനിക്ക് വയ്യ ഇതൊന്നും വീട്ടിൽ ചെന്ന് പറയാൻ. ഞാൻ പുറപ്പെട്ടു പോയാലോ ഒന്ന് ആലോചിക്കുക. ഈ നാട്ടിൽ എനിക്ക് നിൽക്കാൻ വയ്യ, വയ്യ, വയ്യ എനിക്ക് എൻ്റെ ഭാര്യയെയും മകളെയും കാണാൻ. ദീപാരാധന സമയമായി. വരുന്നില്ലേ തൊഴാൻ? മനസ്സിനെന്തോ നല്ല ഭാരമുള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ. എന്തു പറ്റി? അങ്ങനെയൊന്നുമില്ല. അമ്പലത്തിൽ നിന്നുകൊണ്ട് കള്ളം പറയരുത്. ഈ മുഖത്തെനിക്ക് കാണാം നിങ്ങൾ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ടെന്ന്. ഓ, എന്ത് സങ്കടം. മക്കൾ വളർന്നു വലുതാവുമ്പോ എല്ലാ അച്ഛനമ്മമാർക്കും ഓരോ ആവലാതികളാ, അത്രേ ഉള്ളൂ. അപ്പൊ മക്കളാണ് പ്രശ്നം അല്ലേ? എനിക്കൊരു മകളേ ഉള്ളൂ. അവളുടെ ഭാവിയാ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. പക്ഷേ ഏതു പ്രശ്നങ്ങളും പ്രാർത്ഥനയിൽ തീരാവുന്നതേ ഉള്ളൂ. ദൈവത്തിനോട് പ്രാർത്ഥിക്കൂ. മനസ്സ് തളരുമ്പോ നമുക്ക് കരുത്ത് തരുന്ന ഔഷധം പ്രാർത്ഥനയാണ്. അതുവഴിയേ എല്ലാ പ്രശ്നങ്ങളും മാറും. എനിക്ക് മക്കളില്ല. 8 വർഷം മുമ്പ് ഭാര്യയും മക്കളും ഉൾപ്പെടെ ഒരു കുടുംബം മുഴുവൻ അപകടത്തിൽപ്പെട്ട് മരിച്ചു. പിടിച്ചു നിൽക്കുവാൻ കരുത്തുണ്ടാകുമെന്ന് കരുതിയതേയല്ല. ഒടുവിൽ അഭയം പ്രാപിച്ചത് ഈശ്വര സന്നിധിയിൽ. സത്യം. നാമം ജപിക്കൂ, വേദപാരായണം നടത്തൂ, പ്രാർത്ഥിക്കൂ. മനസ്സിന് ശക്തി കിട്ടുകയേ ഉള്ളൂ. നമ്മൾ തളരില്ല ഒരിക്കലും. സാറിനെ ഇവിടെ കാണുന്നില്ലല്ലോ. അച്ഛനാണെങ്കിൽ ഓഫീസിൽ വന്നിട്ട് എന്നെ കാണാതെ മടങ്ങിപ്പോയി. രവി സാറിനോട് കാര്യം ചോദിച്ചിട്ട് സാറൊന്നും മിണ്ടിയില്ല. അച്ഛനെന്തായാലും രാജ്നാഥിന്റെ സാരിയെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ വന്നതല്ലെന്ന് തീർച്ചയാ. വേറെന്തോ കാര്യമുണ്ട്. പക്ഷെ സാറും രാജാറാം സാറും എന്തിനാ എന്നിൽ നിന്നത് മറച്ചു വെക്കുന്നത്?
ഹലോ മാഡം, നിനക്കെന്താ ഇപ്പൊ ഇവിടെ കാര്യം? അത് മാഡം, ഞാൻ ജോലി കഴിഞ്ഞില്ലേ? ഇനിയും വീട്ടിൽ പോകാതെ രവിവർമ്മൻ സാറിന്റെ ക്യാബിനിൽ നിനക്കെന്താ ജോലി എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ രവിവർമ്മൻ സാറിനെ കാണാൻ വന്നതാ. സാറ് പോയോ ഇല്ലയോ എന്ന് അറിയില്ല. ഓ അത് ശരി. സാറ് പോകുന്നതിന് മുമ്പ് മാഡത്തിന്റെ മുമ്പിൽ വന്ന് അനുവാദം ചോദിച്ചില്ലല്ലേ? ഛേ, എന്തൊരു ഇറസ്പോൺസിബിലിറ്റിയാണ് ഈ മനുഷ്യൻ കാണിക്കുന്നത്. സോറി ശ്രീലക്ഷ്മി മാം, നമ്മുടെ രവിവർമ്മൻ സാറ് ചില സമയങ്ങളിൽ കമ്പനി റൂൾസേ പാലിക്കുന്നില്ലിപ്പോ. അല്ലെങ്കിൽ മാഡത്തിനടുത്ത് പറയാതെ സാറ് വീട്ടിൽ പോന്നൊക്കെ പറഞ്ഞ ഭയങ്കരം തന്നെ. മാഡം പ്ലീസ് പരിഹസിക്കരുത്. പരിഹസിക്കും. ഇവിടെ ഓരോരുത്തർക്ക് അവരവരുടേതായ ജോലികളുണ്ട്, മനസ്സിലായോ? നിന്റെ അടുത്ത് പറഞ്ഞിട്ടേ മറ്റുള്ളവർക്ക് പോകാവോന്ന് നിയമമില്ലെന്നർത്ഥം. മാഡം, ഞാൻ അങ്ങനെയൊന്നും. ഷട്ട് അപ്പ്. ഞാൻ സംസാരിച്ചോണ്ട് നിൽക്കല്ലേ, ഇടയ്ക്കേറി സംസാരിക്കുന്നതിന്? നോക്ക്, സാറ് നിന്നെ കുറിച്ച് നല്ല അഭിപ്രായം പറയണമെങ്കിൽ നീ നിന്റെ ജോലി കൃത്യമായിട്ട് ചെയ്തു പോയിക്കൊള്ളണം. അല്ലാതെ സാറില്ലാത്ത സമയത്ത് പെർമിഷൻ ഇല്ലാതെ ഈ ക്യാബിനിലേക്ക് വരാൻ പാടില്ല. നൗ ഗെറ്റ് ഔട്ട്. മാഡം ഞാൻ. വേണ്ട, ഈ സ്ഥാപനത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ് പറയുന്നത്. കടക്ക് പുറത്ത്.